സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഫലസ്തീൻ അനുകൂല കോൽക്കളി സ്കൂൾ അധികൃതർ തടഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി HSSലാണ് സംഭവം. യുവജനോത്സവ മാനുവലിന് വിരുദ്ധമാണ് എന്നാരോപിച്ചാണ് നടപടി. അവതരണത്തിനായി വേദിയിലെത്തിയ വിദ്യാർത്ഥികളെ തിരിച്ചയച്ചു. CPM നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്കൂൾ. വിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. വിജീഷ്, ഇത് വിചിത്രമായൊരു നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് യുവജനോത്സവ മാനുവലിനെതിരാകുന്നത് എന്നിവർ പറയുന്നുണ്ടോ? ഇതിപ്പോ ഇന്നലെ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളില് അവരുടെ സ്കൂൾ യുവജനോത്സവ പരിപാടി നടക്കുന്നതിനിടയിൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളെ അവതരിപ്പിച്ച കോൽക്കളിക്കിടെയാണ് ഈ സംഭവം നടക്കുന്നത്. മത്സര ഇനമായിട്ടല്ല ഈ പരിപാടി അരങ്ങേറിയത്. ഒരു അവതരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒറ്റ ഗ്രൂപ്പ് മാത്രമാണ് ഇതിനകത്ത് കോൽക്കളി വിഭാഗത്തിൽ കളിക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവതരണം മാത്രമായിരുന്നു, മത്സരമായിരുന്നില്ല. ഈ മത്സരം തുടങ്ങിയ ഘട്ടത്തിലാണ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരെത്തി ഈ പരിപാടി അനുവദിക്കാനാകില്ല, ഇത് യുവജനോത്സവ മാനുവലിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർട്ടനിടുകയും വിദ്യാർത്ഥികളെ ഇറക്കിവിടുകയും ചെയ്തത്. പക്ഷെ കഴിഞ്ഞ തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിൽ നിന്ന് തന്നെ പങ്കെടുത്ത ടീം ഈ ഫലസ്തീൻ അനുകൂലമായിട്ട് കണ്ണു കെട്ടിക്കൊണ്ട് കോൽക്കളി നടത്തുകയും അത് സംസ്ഥാന തലത്തിൽ അവർക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർ പറയുന്ന ഈ ന്യായം യുവജനോത്സവ മാനുവലിനെതിരാണ് ഈ അവതരണം എന്നുള്ള സ്കൂൾ അധികൃതരുടെ വാദം നിലനിൽക്കുന്നതല്ല. പക്ഷേ ഫലസ്തീൻ അനുകൂലമായിട്ട് ടീഷർട്ട് ധരിച്ചെത്തിയ കുട്ടികളെ യുവജനോത്സവ മാനുവലിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി അവതരിപ്പിക്കുന്നതിന് വിളിക്കുകയാണ് സ്കൂൾ അധികൃതർ ഉണ്ടായത്.